ദശകം 16 ശ്ലോകം 3 വായിച്ചർത്ഥം പറയാൻ ശ്രമിക്കാം. ദൈത്യം സഹസ്രകവചം കവചൈപരീതം സാഹസ്രവത്സരതപസ്സമരാഫിലവ്യൈഃ പര്യായ നിർമ്മിത തപസ്സമരൗ ഭവന്തൗ ശിഷ്ടൈകകങ്കണമമും നഹതാം സലീലം. ഇതിൽ ദൈത്യം സഹസ്രകവചം, ദൈത്യം സഹസ്രകവചം എന്ന് പേരുള്ള ഒരസുരൻ എന്നാണ്. കവചൈ പരീതം കവചങ്ങളാൽ ചുറ്റപ്പെട്ട സാഹസ്ര വത്സര തപസ്സമരാഫിലവ്യൈഃ സാഹസ്രം 1000 കൊല്ലത്തെ തപസ്സും വത്സര തപഹ യുദ്ധവും കൊണ്ട് മാത്രം തപസ്സമരാഫിലവ്യൈഃ മുറിക്കാൻ പറ്റുന്ന കൊണ്ട് മാത്രം മുറിക്കാൻ പറ്റുന്ന 1000 കൊല്ലത്തെ തപസ്സും യുദ്ധവും കൊണ്ട് മാത്രമേ ആ സഹസ്ര കവചൻ്റെ ഓരോ കവചവും മുറിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള ആ അസുരനെ പര്യായ നിർമ്മിത തപസ്സമരൗ ഭവന്തൗ, പര്യായ ഒരു കവചം 1000 കൊല്ലത്തെ 1000 വർഷം തപസ്സും യുദ്ധവും കൊണ്ട് മാത്രമേ മുറിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഓരോരോ കവചമായിട്ട് ഊഴമായി എന്നാണ്. പര്യായ നിർമ്മിത തപസ്സമരൗ ഭവന്തൗ, അങ്ങനെ ഓരോരോ കവചമായിട്ട് ആ നരനാരായണന്മാർ മുറിച്ചു. ശിഷ്ടൈക കങ്കടമമും നഹതാം സലീലം, ഒരു കവചം മാത്രം ബാക്കിയായ അവനെ എളുപ്പത്തിൽ തന്നെ ആ നരനാരായണന്മാർ വധിച്ചു. അപ്പോൾ വധിച്ച സമയത്ത് ഒരു കവചം മാത്രം ബാക്കിയുണ്ടായിരുന്നു. 999 കവചവും മുറിച്ചു. ഒരു കവചത്തോടു കൂടി ആ അസുരനെ, സഹസ്ര കവചൻ എന്ന അസുരനെ കൊന്നു. തപസ് ചെയ്യുക, യുദ്ധം ചെയ്യുക, ഒരു കവചം മുറിക്കുക, ഇങ്ങനെ 999 കവചവും നരനാരായണന്മാർ മുറിച്ചു. ഒരു കവചം മാത്രം ബാക്കിയായി. 1000 കൊല്ലത്തെ തപസ്സും യുദ്ധവും കൊണ്ട് മാത്രം മുറിക്കാൻ പറ്റുന്ന സഹസ്ര കവചൻ എന്ന അസുരനെ ഊഴമായി ഒരു കവചം മാത്രമായപ്പോൾ സലീലം, ആ അസുരനെ എളുപ്പത്തിൽ വധിച്ചു. ആ അസുരനാണ് കുന്തിയുടെ ആദ്യത്തെ പുത്രൻ ആയ കവചകുണ്ടലത്തോടു കൂടി ജനിച്ചു എന്നാണ്, കർണൻ എന്നാണ് പറയുന്നത്. അപ്പം ശ്ലോകം ഒന്നുകൂടെ വായിക്കാം. ദൈത്യം സഹസ്ര കവചം കവചൈപരീതം സാഹസ്രവത്സരതപസ്സമരാഫിലവ്യൈഃ പര്യായ നിർമ്മിത തപസ്സമരൗ ഭവന്തൗ ശിഷ്ടൈകകങ്കണമമും നഹതാം സലീലം.